ഓർക്കുക, ഈ കുരിശിന്റെ വഴിയില് 14 സ്ഥലങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു 5 സ്ഥലങ്ങളിലെങ്കിലും കരുണാർദ്രമായ സ്നേഹത്തിന്റെ തൂവൽ സ്പർശം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയിൽ ഈ കണ്ണുനീരും നിലവിളിയും വഞ്ചനയും ചതിയും കിരാതമായ പീഡനങ്ങളും മാത്രമല്ല, ആശ്വാസത്തിന്റെ ദിവ്യമായ കരങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ കുരിശിന്റെ വഴിക്ക് ലത്തീൻ ഭാഷയിൽ വിയാ സാക്ര എന്നാണ് പറയുക. പരിശുദ്ധമായ വഴി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു ക്രൈസ്തവൻ നടന്നു നീങ്ങേണ്ട യഥാർത്ഥ വഴി ഈ കുരിശിന്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന്റെ വഴിയില് നാം ചതിക്കുന്ന യൂദാസിനെയും കരുണയില്ലാത്ത പീലാത്തോസിനെയും അതുപോലെ ക്രൂരനായ കയ്യാഫാസിനെയും അന്നാസിനെയും പടയാളികളെയും മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നാം കുരിശിന്റെ വഴിയുടെ അഥവാ നമ്മുടെ ജീവിതയാത്രയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളില് ആശ്വാസം പകരാൻ ദൈവം പലരെയും നിയോഗിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ അത് ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം. നാം ഓരോരുത്തരുടെയും ജീവിത വഴിയില് ആശ്വാസത്തിന്റെ സന്ദേശവുമായി അനേകരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് നമ്മൾ ജീവിതത്തെ നിരാശയോടെ നോക്കിക്കാണ് ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാൻ നിമിത്തമാകുന്നുണ്ട്. ഓർക്കുക, ഈ കാലഘട്ടങ്ങളിലൊക്കെയും സഹനത്തെ നേരിടാൻ ത്രാണിയില്ലാതെ, ഒരു ചെറിയ അപമാനത്തെ നേരിടാൻ ശക്തിയില്ലാതെ, അതല്ല എങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നിമിഷത്തിന്റെ സങ്കടത്തെ അതിജീവിക്കാനുള്ള മനോബലമില്ലാതെ എത്രയോ മക്കളാണ് ആത്മഹത്യയുടെ ആശ്വാസ തീരം തേടി യാത്രയാകുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ വഴി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അത് ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത സ്ഥാനത്തുള്ളവരും വലിയ വിദ്യാഭ്യാസമുള്ളവരും അടക്കം സഹനത്തിന്റെ സങ്കടങ്ങളെ നേരിടാൻ പ്രാണിയില്ലാതെ ഇങ്ങനെ ഒളിച്ചോടുന്നത് കാണുമ്പോൾ ഈ കുരിശിന്റെ വഴിയില് സധൈര്യം കുരിശെടുത്ത് നീങ്ങുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് പകരുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു ധൈര്യമുണ്ട്, അവിടുന്ന് തരുന്നൊരു സന്ദേശമുണ്ട്. ഈ കുരിശിന്റെ സങ്കടങ്ങൾ നിറഞ്ഞ വഴിയിലും നമ്മെ ആശ്വസിപ്പിക്കാൻ ദൈവമായ കർത്താവ് അനേകരെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയെ നടക്കുമ്പോൾ ഇതുപോലെ സമയോനാകാൻ, വേറോരിക്കയാകാൻ, ഭക്തസ്ത്രീകളുടെ സ്ഥാനത്ത് നിൽക്കാൻ, അരിമത്യാക്കാരൻ ജോസഫിന്റെയും നിക്കോദേമോസിന്റെയും സ്ഥാനത്ത് നിൽക്കാൻ, സർവോപരി പരിശുദ്ധ അമ്മയെ പോലെ ഒരു നിഴല് പോലെ കർത്താവിന്റെ ഒപ്പം നടക്കാൻ ദൈവം നമ്മെയും നിയോഗിക്കുന്നുണ്ട്. ആ നിയോഗം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് ഈ കുരിശിന്റെ വഴിയുടെ അർത്ഥം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന ചില മനുഷ്യരൊക്കെയും ഉണ്ട് എന്ന് ഈ കുരിശിന്റെ വഴി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ കുരിശിന്റെ വഴിയില് 3 വില്ലന്മാരാണ്. ഒരു സിനിമയിൽ വില്ലന്മാരുണ്ട്, നായകനെ പോലെ വില്ലന്മാരുണ്ട്. കുരിശിന്റെ വഴിയിലെ നായകൻ ആരാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല, ഇല്ലേ? ആരാണ് നായകൻ? ഈശോ. വില്ലന്മാരായിട്ട് എനിക്ക് തോന്നുന്നു 3 മിടുക്കന്മാരുണ്ട് അതിനകത്ത്. അവര് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരാ. അവർക്ക് ശരിയെന്ന് തോന്നുന്നതിന്റെ ഒപ്പം നടന്നവരാണ് ഈ വില്ലന്മാർ. അതിലൊന്നാമത്തെ വില്ലൻ എന്ന് പറയുന്നത് യൂദാസ്. ഈ യൂദാസ് എന്ന വില്ലന്റെ വിചാരം, അവൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കണം. കാര്യം, അവൻ കർത്താവിന്റെ ശിഷ്യനാണ്, കർത്താവിനോട് അവന് സ്നേഹമുണ്ട്. അവൻ റോമാ സാമ്രാജ്യത്തിനെതിരായി
കരുനീക്കാൻ വേണ്ടി വലിയ തീവ്രവാദ സംഘം രൂപീകരിച്ച് അതിൽ പെട്ടവനായിരുന്നു എന്നാണ് സഭാ പാരമ്പര്യങ്ങൾ പറയുന്നത്. ഇസ്രായേലിന്റെ വിമോചനം കൊതിച്ച് അതിനുവേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ അതിനും തയ്യാറായി നടക്കുന്ന യൂദാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുണ്ട്. രക്ഷാകര പദ്ധതി അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം വിചാരിക്കുന്ന സമയത്ത്, ദൈവം വിചാരിക്കുന്ന രീതിയില്, ദൈവം കരുതുന്ന ലക്ഷ്യത്തിലാണ് രക്ഷാകര പദ്ധതി പൂർത്തിയാകുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ ത്വരിതപ്പെടുത്താനോ അതിനെ വഴിതിരിച്ചുവിടാനോ ശ്രമിക്കുന്നവരൊക്കെയും അപകടത്തിൽ ചെന്ന് ചാരും. ഈ വാസ്തവത്തിൽ ഈ യൂദാസിനെ കുറിച്ച് സഭാചരിത്രകാരന്മാര് പറയുന്നത് അവൻ കർത്താവിന്റെ മുഖത്തിന്റെ തിളക്കത്തെക്കാളും 30 വെള്ളിക്കാശിന്റെ പ്രഭയിൽ മങ്ങിപ്പോയ ഒരു പാഴ്ജന്മമായിട്ടല്ല, മറിച്ച് സ്വന്തമായ കണക്കുകൂട്ടലുകളുമായി നടന്ന ഒരുവനായിട്ടാണ് യൂദാസിനെ സഭാപിതാക്കന്മാര് വിലയിരുത്തുന്നത്. 30 വെള്ളിക്കാശ് കിട്ടിയാൽ യൂദാസിന് തൃപ്തിയാകുമായിരുന്നുവെങ്കിൽ അവൻ ആ 30 വെള്ളിക്കാശ് കൊണ്ടുപോയി കയ്യാഫാസിന്റെ മുഖത്തെറിഞ്ഞിട്ട് തൂങ്ങിച്ചാകാൻ പോകേണ്ട ഗതികേട് അവനുണ്ടാകുമായിരുന്നില്ല. ഈ 30 വെള്ളിക്കാശിനെ കുറിച്ച് സഭാചരിത്രകാരന്മാര് പറയുന്നത് അത് ലക്ഷണമൊത്തൊരു വെള്ളക്കുതിരയുടെ വിലയാണ്. ആ വില അവൻ കയറങ്ങളിൽ ഏന്തി നടക്കുകയാണ്. പീലാത്തോസിന്റെ അന്റോണിയോ കോട്ടയില് റോമൻ സാമ്രാജ്യത്യ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് വിജയശ്രീലാളിതനായി ഇറങ്ങി വരുമെന്നും രാജാവാകുന്ന അവന് സ്വീകരണമൊരുക്കാൻ ലക്ഷണമൊത്ത കുതിരയെ ഒരുക്കാൻ യൂദാസ് കാത്തിരിക്കുമ്പോഴാണ് എല്ലാവരാലും അപമാനിക്കപ്പെട്ട് ചമ്മട്ടി അടിയേറ്റ് തകർന്ന ശരീരവുമായി കുരിശും വഹിച്ച് കർത്താവ് പീലാത്തോസിന്റെ അരമനയിൽ നിന്നിറങ്ങി വരുന്നത്. സങ്കടം കൊണ്ട് സഹിക്കവയ്യാതെ യൂദാസ് നാണയത്തുട്ടുകൾ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് വിശുദ്ധ മത്തായി എഴുതുകയാണ്. ലൂക്കാസ് സുവിശേഷകൻ നടപടി പുസ്തകത്തിൽ പറയും, ഈ യൂദാസ് ഇങ്ങനെ മരിക്കുമ്പോൾ തൂങ്ങിച്ചാകാൻ ശ്രമിച്ച അവൻ മരത്തിൽ നിന്ന് കയറ് പൊട്ടി താഴെ വീണ് വയറ് പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാടി മരിച്ചു എന്നാണ് എഴുതി വയ്ക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളൊക്കെയും മറിച്ചാൽ ഇതിനേക്കാളും ഹീനമായി മരിക്കേണ്ടി വന്നൊരു കഥാപാത്രത്തെ നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ രക്ഷാകരമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ സ്വന്തം പദ്ധതികളിലൂടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നവരൊക്കെയും രക്ഷാചരിത്രത്തിലെ നായകന്മാരോ സഹകാരികളോ അല്ല. അവരെല്ലാം രക്ഷാചരിത്രത്തിലെ നലം തികഞ്ഞ വില്ലന്മാരാകാൻ വിധിക്കപ്പെട്ടവരാണ് എന്നും അവരുടെ അന്ത്യം ദയനീയമായിരിക്കുമെന്നും ഈ കുരിശിന്റെ വഴി നമ്മെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന സത്യം ഓർക്കുക. രണ്ടാമത്തെ വില്ലൻ എന്ന് പറയുന്നത് കയ്യാഫാസാണ്. ജോസഫ് കയ്യാഫാസ് എന്നാണ് അവന്റെ മുഴുവൻ പേര്. AD 5 മുതൽ 13 വരെയുള്ള കാലഘട്ടങ്ങളില് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ അന്നാസാണ് പ്രധാന പുരോഹിതനായിരുന്നത്. പിന്നീട് ഈ കയ്യാഫാസ് പ്രധാന പുരോഹിതനായി തീർന്നു. കയ്യാഫാസ് 1-2 കൊല്ലമല്ല, സാധാരണ റോമൻ ഗവർണർമാര് ഓരോ കൊല്ലവും പ്രധാനാചാര്യന്മാരെ മാറ്റി പരീക്ഷിക്കുമായിരുന്നു. അതിനുവേണ്ടി വലിയ തുക ഈ ഗവർണർമാര് കൈക്കൂലിയായി സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഈ കയ്യാഫാസിനെ പീലാത്തോസ് മാറ്റിയില്ല. AD 18 മുതൽ 36 വരെയും വർഷങ്ങൾ, അതായത് 18 കൊല്ലം യഹൂദരുടെ പ്രധാനാചാര്യ സ്ഥാനം വഹിക്കാൻ കയ്യാഫാസിന് കഴിഞ്ഞു. കയ്യാഫാസിന് സ്വന്തം സ്ഥാനത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ എന്നത് നാം തിരിച്ചറിയുക. കയ്യാഫാസ് നടത്തുന്ന ഒരു പ്രവചനം ഇന്ന് പീഡാനുഭവ വായനയിൽ നാം ശ്രവിച്ചതാണ്. ജനമെല്ലാം നശിക്കാതിരിക്കാൻ വേണ്ടി
ജനത്തിനു വേണ്ടി ഒരുവൻ നശിക്കുന്നത് നല്ലതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കയ്യാഫാസിന്റെ ബുദ്ധി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതാണ്. സ്വന്തം കസേര സംരക്ഷിക്കാൻ, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് നിഷ്കളങ്കന്റെ രക്തം വീഴ്ത്താനും മടിയില്ലാത്തൊരു കുടിലതയുണ്ട്. ആ കുടിലതയുടെ മറുപേരാണ് ഈ കയ്യാഫാസ് എന്ന് പറയുന്നത്. എന്റെ വീട് ഭംഗിയാകണം, എന്റെ വീട് സുരക്ഷിതമാകണം, അതിനുവേണ്ടി എന്റെ വീട്ടിലെ സകല മാലിന്യങ്ങളും അയൽവക്കത്തെ പറമ്പിലേക്ക് വലിച്ചെറിയാൻ മടിയില്ലാത്ത മനസ്സുണ്ടല്ലോ, അത് ഈ കയ്യാഫാസിന്റെ മനസ്സിന്റെ ചെറിയ പതിപ്പുകളാണ് എന്നോർക്കുക. മറ്റുള്ളവന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഒരു മടിയുമില്ലാതെ സോഷ്യൽ മീഡിയയില് അങ്ങേയറ്റം അപമാനകരമായ പ്രസ്താവനകൾ നടത്തുന്നവർ ഓർക്കുക, നിങ്ങളെയും ബാധിച്ചിരിക്കുന്ന ആത്മാവ് ഈ കയ്യാഫാസിന്റെ ആത്മാവ് തന്നെയാണ്. അവന്റെ സങ്കടങ്ങൾക്ക് വിലയില്ല, അവന്റെ കണ്ണുനീരിന് വിലയില്ല, അവന്റെ രക്തത്തിന് വിലയില്ല. എന്റെ സുരക്ഷിതത്വം മാത്രമാണ് എനിക്ക് പ്രസക്തമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കയ്യാഫാസ്. സമാനമായ മൂന്നാമത്തെ വില്ലൻ പീലാത്തോസ് ആണ്. സുവിശേഷങ്ങൾ വായിക്കുമ്പോഴൊക്കെയും പീലാത്തോസ് മാന്യനായ ഒരു ഭരണാധികാരി എന്ന ഒരു ചിത്രം നമുക്ക് ലഭിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന്റെ ചരിത്രം സൂക്ഷ്മമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ മാന്യതയുടെ മുഖം മൂടി ധരിച്ചവന്, അവന് സത്യത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്തവന്. എന്താണ് സത്യമെന്ന് കർത്താവിനോട് ചോദിച്ചിട്ട് തൽക്ഷണം മുഖം വെട്ടി തിരിച്ചു പോകുന്ന പീലാത്തോസിനെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുമ്പോൾ വരികൾക്കിടയിൽ യോഹന്നാൻ പറയുകയാണ്, ഈ മനുഷ്യന് സത്യത്തോട് കൂറില്ല, ഈ മനുഷ്യന് സത്യമറിയാൻ താല്പര്യമില്ലാത്തവനാണ്. അവൻ സ്വന്തം അധികാരം സംരക്ഷിക്കുവാൻ വേണ്ടി ജനത്തിന്റെ മുമ്പിൽ കൈകഴുകി, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് 4 വട്ടം വിധി പ്രസ്താവിച്ച ശേഷം ജനത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിഷ്കളങ്കന് കൊലയ്ക്ക് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം സങ്കടത്തോടെ വായിക്കുന്ന പീഡാനുഭവ ചരിത്രമാണ്. ഓർക്കുക, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മതവും രാഷ്ട്രീയ അധികാരവും സംഘാതമായി പരിശ്രമിക്കുമ്പോൾ ഏത് നിഷ്കളങ്കനെയും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തല് ഈ ദുഃഖവെള്ളിയുടെ ഭീതിതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സമകാലിക ഭാരതത്തിന്റെ പരിതോവസ്ഥയെ പരിഗണിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഭീതിതമായ ഈ ദുഃഖവെള്ളിയുടെ അലയൊലികൾ നമ്മെ ഭാരപ്പെടുത്തുന്ന ചിന്തകളായി ഹൃദയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. യഹൂദ മതനേതൃത്വവും റോമൻ ഭരണകൂടവും ഒരു മനസ്സോട് ഒരുമിച്ച് ചേർന്നപ്പോൾ, അവരുടെ അധികാരം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് ഒരുമിച്ച് ചേർന്നപ്പോൾ, ക്രിസ്തുവും അവന്റെ സുവിശേഷവും അവന്റെ അനുയായികളും അവന്റെ ആദർശങ്ങളും അങ്ങേയറ്റം വലിയ രാജ്യദ്രോഹവും സാമൂഹിക വിപത്തുമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവര്, ഇന്ന് ജബൽപൂരിലാകട്ടെ, മണിപ്പൂരിലാകട്ടെ, അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കന്ദഹാറിലാകട്ടെ, എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്
നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയില് ഈ കണ്ണൂർ നഗരത്തിൽ നാം നടത്തിയതുപോലെ ഒരു പരിഹാര പ്രദക്ഷിണം നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങള് ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ അർത്ഥമെന്ന് ചോദിച്ചാല്, മതവും രാഷ്ട്രീയവും തമ്മില് അനാവശ്യമായ സഖ്യം ചേരുമ്പോൾ അത് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും നിഷ്കളങ്കർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാനും നീതിയും സത്യവും കുഴിച്ചുമൂടപ്പെടാനുമുള്ള അവസരമൊരുക്കും എന്നുള്ളതിന്റെ സാക്ഷ്യം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് നാം തിരിച്ചറിയണം. ഈ ദുഃഖവെള്ളി ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അതിനുവേണ്ടി അവരനെ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാ മുറിവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ മാതൃക. പ്രിയപ്പെട്ടവര്, മതമർദ്ദനത്തിന്റെ അലേലികൾക്ക് നടുവില് ക്രിസ്തീയത ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം നിയോഗിക്കപ്പെടുമ്പോഴും ആരോടും പ്രതികാരമില്ലാതെ, ആർക്കും നാശം വരണമെന്ന് ആഗ്രഹിക്കാതെ കർത്താവിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സ്നേഹത്തിന്റെ, കരുണയുടെ ഈ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഇവരെ കൊണ്ടാവുന്നില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് ഈ കുരിശിന്റെ വഴി സമാപിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സഹനത്തിലാണ് ദൈവപുത്രൻ തന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. അവൻ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ആളുകൾ അവനെ അത്ഭുത പ്രവർത്തകനായി കണ്ടു. അവനെ രാജാവാക്കാൻ അവർ കൊതിച്ചു. പക്ഷെ മൂന്നാളുകളിൽ തൂങ്ങി അവൻ പിടഞ്ഞു മരിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ വധശിക്ഷയ്ക്ക് നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, അവൻ സത്യമായും ദൈവപുത്രനാണ്. എങ്ങനെയാണ് നാം സഹനത്തെ ഏറ്റെടുക്കുന്നത്, സ്വീകരിക്കുന്നത്? അതാണ് നമ്മിലെ ദൈവീകതയെ അളന്നെടുക്കാനുള്ള അളവുകോല് എന്ന് കർത്താവ് ഈ കുരിശിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുക.